BSc അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളോ അതാണ് ഇവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടെക്നീഷ്യൻ എക്സാമിന്റെ ഒരു വേക്കൻസി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള സംശയങ്ങളാണ്. അതായത് ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും? ITI കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ BTech കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, സിവിൽ കഴിഞ്ഞ ആളുകൾക്ക് പറ്റുമോ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് RRBയുടെ ടെക്നീഷ്യൻ പരീക്ഷയെക്കുറിച്ച്. അതായത് RRB ടെക്നീഷ്യൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം വേക്കൻസി അസസ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRBയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ആണ്. ഇത് ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം 2024 നിങ്ങൾക്കറിയാം RRBയുടെ ടെക്നീഷ്യൻ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 നടന്ന ഈ ടെക്നീഷ്യൻ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ടെക്നീഷ്യൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് 2 തരം പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ടെക്നീഷ്യന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരിക. അതിൽ ഒന്നെന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അത് പേ ലെവൽ 7th CPC ആണ്, ലെവൽ 5 പോസ്റ്റ് ആണ്. ഇനീഷ്യൽ പേ 29,200 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് കേട്ടോ. ഓക്കെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഏജ് ആണ് കേട്ടോ. ചിലപ്പോൾ ഈ പ്രാവശ്യം വ്യത്യാസം വരാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം 18 to 36 ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റുള്ള ആളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി അല്ലേ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി 9,144 ആണ്. 9,144. ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി 6,374 ആണ് അല്ലേ. അതായത് വേക്കൻസിയിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഒരു പക്ഷേ വേക്കൻസി അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഇതിൽ ഏജിൻ്റെ കാര്യത്തിൽ ചില റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ചില റിലാക്സേഷൻസ് ഒക്കെ ഏജിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ, നിങ്ങൾ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അത്തരം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ഇതുപോലുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നും ഇവിടെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1 B1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പറഞ്ഞത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വിഷൻ 6/9 മതി. ഓക്കെ, 6/6 വേണ്ട, 6/9 or 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതായത് സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയർ വിഷൻ 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ദെൻ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മീസോപ്പിക് വിഷൻ. അതാണ് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഈ സിഗ്നൽ എന്ന് പറയുന്ന സെക്ഷനിൽ. അതേപോലെ ചില പോസ്റ്റിലേക്ക് A3 ഉണ്ട്, ചില പോസ്റ്റിലേക്ക് B2 ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം എന്താണ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് ഉള്ളത് കേട്ടോ. എല്ലാം വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനുള്ളത് പോലുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആർക്ക് വന്നിട്ടില്ല, RRBയുടെ ടെക്നീഷ്യൻ പോസ്റ്റിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേസിക്കലി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വന്നത് ഈ എക്സാമിന് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ആർക്കെല്ലാം ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. യെസ്, നോക്കൂ ഏതെല്ലാം പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്ത് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറഞ്ഞ പോസ്റ്റ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെവൽ 5 പോസ്റ്റ് ആണ്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 7th CPC 5 ആണ് അതിൻ്റെ എന്താ പേ സ്കെയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുക. എ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് BSc ഫിസിക്സ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഡിഗ്രീൻ്റെ കാര്യമാണ്. ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. ഓർ BSc ഇൻ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ഏതെങ്കിലും കോമ്പിനേഷൻസ് സബ് സ്ട്രീം ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നോക്കിക്കോളൂ. 3 year രണ്ടാമത്തെ ഓപ്ഷൻ ആണ് 3 year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ് ഓർ ഇൻ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദി എബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ കാറ്റഗറി ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് ബ്രാഞ്ചസ് വരുന്നത്. ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ട്,
കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞിട്ടുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബ്രാഞ്ചിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ, അത് ഇലക്ട്രിക്കൽ പറ്റുമെന്നൊരു സംശയം വരും. തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ പറ്റും. കാര്യം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ ഒരു സബ് സ്ട്രീം ആണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഈ പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഗ്രിയിൽ BSc അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളോ, അതാണ് ഇവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ് ഓർ ഇൻ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ എബോവ് ബേസിക് സ്ട്രീംസ്. അതായത് ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ഏതൊക്കെ സ്ട്രീമിലാണ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ആർക്കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഒന്നുകൂടി പറയാണ്. ഓക്കെ, സോ ഇത്രയും ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ചോദിച്ച ഒരാളാണ് സിവിൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഇതിൽ സിവിൽ മെൻഷൻ ചെയ്തിട്ടില്ല അല്ലേ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, സിവിൽ എന്നല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടി ഇവിടെ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ബാക്കി കുറേ പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ബ്ലാക്ക് സ്മിത്ത്, അതേപോലെ ബ്രിഡ്ജ്, അതേപോലെ തന്നെ കാരിയേജ് ആൻഡ് വാഗൻ, അങ്ങനെ കുറേ ടെക്നീഷ്യൻ പോസ്റ്റുകളുണ്ട്. ഇതിലെല്ലാം പ്രത്യേകത എന്താണെന്നറിയോ, ഇതിലെല്ലാത്തിലും ITI വേണം. ഓക്കെ, മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI ഫ്രം റെക്കഗ്നൈസ്ഡ് NCVT ആണ്. എല്ലാത്തിലും അങ്ങനെ തന്നെ മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI. അത് ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ട് കേട്ടോ, പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ട്രേറ്റർ, ഫൗണ്ടറിമാൻ, പാറ്റേൺ മേക്കർ, മോൾഡർ, അങ്ങനെ കുറേ കാറ്റഗറിയിൽ ITI കാറ്റഗറി ഉണ്ട്. ITI കഴിഞ്ഞ ആളുകൾക്ക് മാത്രമുള്ള പോസ്റ്റുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്ലാക്ക് സ്മിത്ത്, ഗ്രേഡ് ബ്രിഡ്ജ്, കാരേജ് ആൻഡ് വാഗൻ, ക്രെയിൻസ്, ക്രെയിൻ ഡ്രൈവർ, ഡീസൽ, ഇതെല്ലാം എന്താണെന്നറിയോ ITIന്റെ ഡിഫറെൻറ്റ് സ്കീമുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, ഇതൊക്കെ ITI കഴിഞ്ഞ ആളുകൾക്ക് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആട്ടോ. ഇതിലൊന്നും വേറെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ITIക്കാർക്ക് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ പോസ്റ്റുകളെല്ലാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നത്. അപ്പോൾ അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല വിജയമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ഗവൺമെന്റ് സെക്ടർ ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇതിലൊക്കെ അങ്ങനെ തന്നെ ആട്ടെ, എല്ലാത്തിലും മെട്രിക്കുലേഷൻ പ്ലസ് ITI, മെട്രിക്കുലേഷൻ പ്ലസ് ITI ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 15ാമത്തെ പോസ്റ്റ് ഉണ്ടല്ലോ, 15ാമത്തെ പോസ്റ്റ്, ഈ 15ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T. അതിൽ പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് NCVT, SCVT ഇൻ ദ ട്രേഡ്സ് ഓഫ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, വയർമാൻ ഓർ മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് അപ്രന്റീസ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് അബോവ് പറഞ്ഞിട്ടുണ്ട്. ഓർ 10+2 ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നേരത്തെ പോലെ ഗ്രേഡ് 1 അല്ല, ഗ്രേഡ് 3 നിങ്ങൾ +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ +2 ഫിസിക്സ് ആൻഡ് മാത്സ് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ഏതായാലും കുഴപ്പമില്ല. കാര്യം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക +2 ഫിസിക്സും മാത്സും ആയിരിക്കും അല്ലേ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണുള്ളത്, ബാക്കിയൊക്കെ ITIക്കാർക്കാണ്. ഇതിന് നേരത്തെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ITI ഇലക്ട്രീഷ്യൻ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടോന്നോ. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, അങ്ങനെ എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ITI കഴിഞ്ഞ ആളുകൾക്കാണ്. ഇതിൽ ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് 2 പോസ്റ്റേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും അതേ S&Tയും, അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വയറീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണല്ലേ. 6300 ഒഴിവുകളുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കാരണവശാലും ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഗ്രേഡ് 3 ടെക്നീഷ്യൻ പോസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. നല്ലൊരു സർക്കാർ ജോലി നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ്. എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഏറ്റവും മികച്ച ഓഫറിലാണ് നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫറിലാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളോടൊപ്പം പഠിച്ചു കൊടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.